നമസ്കാരം. ഭഗവാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങളെ അറിയിക്കുവാൻ ശ്രമിക്കുന്നതുമായ ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ തീർച്ചയായും ഈ സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ അല്ലെങ്കിൽ ഭഗവാന്റെ സന്ദേശം തന്നെയാണ്. ഈ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു വിധി അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ സമയം അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട സന്ദേശം അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സന്ദേശം തന്നെയാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് ഭഗവാനായി എത്തിച്ച് നൽകിയിരിക്കുന്നത് പോലും അത് ജീവിതത്തിൽ ഈ സമയം ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നതിനാൽ കൂടിയാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഭഗവാൻ ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങളിൽ ഒന്ന്, ജീവിതത്തിൽ എപ്പോഴാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അതെപ്പോഴും നിങ്ങൾക്ക് ഗുണകരമായതോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതോ ആയ കാര്യങ്ങൾ മാത്രമാകണം എന്നില്ല. അതൊരു പക്ഷേ നിങ്ങൾക്ക് വിഷമം തോന്നുന്നതായ കാര്യങ്ങളുമാകാം. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തന്നെയാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരുപാട് പ്രതീക്ഷകളോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രയാസങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയധികം ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരുപാട് ആരോഗ്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും പലവിധ ദേഹക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരോഗ്യപരമായ കാര്യങ്ങൾ, ചില വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങളെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. അത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ആകാം. അത്തരത്തിലുള്ള വിഷമതകൾ അല്ലെങ്കിൽ ബാധ്യതകൾ, അതായത് ധനപരമായ ചില ബാധ്യതകൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ നഷ്ടങ്ങളോ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാകാം നിങ്ങൾ വളരെയധികം പല വ്യക്തികളെയും സ്നേഹിച്ചിരുന്നു. അത് സുഹൃത്തായും അല്ലെങ്കിൽ അത്ര അടുത്ത ബന്ധമാകാം പലരുമായി ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ അത്രമേൽ അവർക്ക് സപ്പോർട്ട് പോലും പിന്തുണ പോലും നൽകി വളരെയധികം നിങ്ങൾക്കൊപ്പം നിർത്തിയിരുന്ന വ്യക്തികൾ തന്നെയാകാം. എന്നാൽ അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ ഒരു സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവരുണ്ടാക്കിയതായ ആ ശൂന്യത അത് നികത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് സാധിക്കാത്തതായ സാഹചര്യം, അത്രമേൽ വിഷമതകൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ജീവിതത്തിൽ അത്രമേൽ ചില കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ എത്ര തന്നെ തിരിച്ചടികൾ ജീവിതത്തിൽ വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഊർജ്ജസ്വലതയോടെ പല കാര്യങ്ങളും പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനുള്ള ശക്തി തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകിയിരിക്കുന്നത് എന്നത് വാസ്തവം തന്നെയാണ്.
ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരം സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ അത്രമേൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ള നിങ്ങൾക്ക് അതെല്ലാം മറികടന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും എന്താണോ ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മാത്രമല്ല ആ സമയം ആത്മവിശ്വാസം വർദ്ധിക്കാം, അല്ലെങ്കിൽ മനോബലം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യം രൂപപ്പെടാം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ നിങ്ങളുടെ മനോബലം വർദ്ധിക്കുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടുത്തും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായും ഗുണകരമായി ഭവിക്കും. നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് പോലും പല കാര്യങ്ങളിലും നിങ്ങൾക്കതിന് സാധിക്കുമോ എന്ന് പോലും തോന്നും വിധം പല അത്ഭുതകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷ നൽകുവാനും, അല്ലെങ്കിൽ അവർ തളർന്നിരിക്കുകയാണ് എങ്കിൽ പ്രചോദനം ലഭിക്കുവാനും സാധിക്കും. അത് നിങ്ങളാൽ സാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രചോദനം ലഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരോട് പറയുന്നതായ സമയത്ത് ആ കാര്യങ്ങൾ അവർ ശരിയായ രീതിയിൽ എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും സംശയമുണ്ട്. പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു വിശ്വാസം തോന്നാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവർ എടുക്കുന്നത് എങ്കിൽ അത് നിരാശ നൽകും. അത്തരത്തിൽ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങളിൽ നേർവിപരീതമായി തന്നെ പലരും എടുക്കുകയോ നിങ്ങളെ മനസ്സിലാക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ വളരെ അത്ഭുതത്തോടെ തന്നെ ചില കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളോട് മനസ്സിലുള്ള യഥാർത്ഥമായ വികാരം പ്രകടിപ്പിക്കുന്നില്ല. പലർക്കും നിങ്ങളോട് അസൂയയുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ അസൂയയോടെ നിങ്ങളെ നോക്കി നിൽക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ വളരെ കൂടുതലാണ് എന്ന് പറയാം. കാരണം പല വ്യക്തികളും അത്തരത്തിൽ നിങ്ങളെ വളരെയധികം അസൂയയോടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും കണ്ണേറോ ശത്രുദോഷമോ ഏറ്റിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല സുഖ സൗകര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ചില ബന്ധങ്ങൾ പോലും മറ്റുള്ളവർക്ക് വളരെയധികം അസൂയകൾക്ക് കാരണമാകുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. അത്തരം വ്യക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും അവരെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട് പോലും ചില സൂചനകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാനായി നിങ്ങൾ ഒരുങ്ങുന്നതായ സമയത്ത് ജീവിതത്തിൽ വന്നു ചേരുന്നതായ പല കാര്യങ്ങളും അത് പല വ്യക്തികളോടും തുറന്ന് പറയുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി തീരും. കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളുണ്ടാകാം. എന്നാൽ മറ്റുള്ളവരെ വളരെയധികം വിശ്വസിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായ സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്യാം. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാം. അവരുടെ ദൃഷ്ടിദോഷം, ശത്രുദോഷം, അല്ലെങ്കിൽ കണ്ണീർ ദോഷം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും നിങ്ങൾ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നടക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. പല കാര്യങ്ങളിലും അത് തടസ്സങ്ങളായി മാറാം. എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. അത്തരത്തിൽ തടസ്സങ്ങൾ വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒരു സാധ്യത തന്നെയാണ്. ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് അത് എത്ര വിശ്വസ്തരാണ് എങ്കിലും
നിങ്ങൾക്ക് നടന്നതിന് ശേഷം പറയുന്നതിൽ തെറ്റില്ല. അതായത് മറ്റുള്ളവർ അറിയേണ്ടതായ ഒരു കാര്യമാണ് നടന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് നടന്നതിന് ശേഷം അറിയിക്കാം. അല്ലാതെ അതിനു മുൻപ് പാടില്ല എന്ന സന്ദേശം നിങ്ങൾക്ക് ഈ സമയം ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. ഈ സന്ദേശം തീർച്ചയായും നിങ്ങൾക്കത് ഗുണകരമായി ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മുൻപത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതായത് നെഗറ്റീവായ വ്യക്തികളെ പലരും നിങ്ങൾക്കൊപ്പം ഉണ്ട് എങ്കിലും അവർ ആരാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കുന്നുണ്ട്. പലരെയും നിങ്ങളുടെ സ്വന്തമാണ് എന്ന് വിചാരിക്കും. അവരോട് പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ടാകാം. പിന്നീടായിരിക്കും അവരുടെ സ്വഭാവം തിരിച്ചറിയുകയോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തികളെ മനസ്സിലാക്കുവാൻ പോലും സാധിക്കാതെ പല കാര്യങ്ങളും പറഞ്ഞ് പിന്നീട് അത് നിങ്ങൾക്കെതിരായി തീരുന്നതായ അവസരത്തിൽ നിങ്ങൾ പല സമയങ്ങളിലും ആരാണ് ചതിച്ചത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ കുഴഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യം കാര്യങ്ങൾ എന്തെന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും പലരും എതിരായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെ പല രീതിയിലും അവർ ചൂഷണം ചെയ്തു എന്ന് വരാം. അല്ലെങ്കിൽ അതിനായുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. അതിനാൽ തന്നെ തീർച്ചയായും അത്തരം വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കി അത്തരം വ്യക്തികളോട് നിങ്ങളുടെ അകലം പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ആരെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ആരെയാണ് നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടതോ അല്ലെങ്കിൽ ഒപ്പം നിർത്തേണ്ടതോ എന്ന് മനസ്സിലാക്കേണ്ടതും അനിവാര്യമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ വഞ്ചിക്കുവാൻ നടക്കുന്നതായ വ്യക്തികളെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാനും അവരെ ഒറ്റപ്പെടുത്തുവാനും സാധിച്ചു എന്ന് വരാം. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവരാണ്, വിശേഷപ്പെട്ടവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും ചില സമയങ്ങളിൽ ഇത്തരം വ്യക്തികളോട് പൊറുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം നൽകുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നിങ്ങൾ ആർക്കു വേണ്ടിയും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതായത് ഒരു വ്യക്തിയുടെ സങ്കടത്തിനോ അവസ്ഥയ്ക്കോ ആണ് പ്രാധാന്യം നൽകുക. ആ വ്യക്തി ആരാണ് എന്ന് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. കാരണം പല വ്യക്തികൾക്ക് വേണ്ടിയും അത്തരത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ വരുമ്പോൾ ആ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി ആരുടെ ഭാഗത്താണ് ശരി എന്ന് ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതിനുശേഷമായിരിക്കണം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ തീരുമാനമെടുക്കുവാൻ. ഒരു വ്യക്തി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. നിങ്ങൾക്കത് വളരെയധികം തിരിച്ചടികൾക്ക് കാരണമായി തീരും എന്ന് കാണുവാൻ സാധിക്കുന്നു. ചില സംസാരങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ദോഷമായി ഭവിക്കാം. അത് പിന്നീട് നിങ്ങൾക്ക് അത്രമേൽ തിരിച്ചടികളായി വന്ന് ചേരാവുന്നതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിനയം അനിവാര്യമാണ്. അതായത് നിങ്ങളിലുള്ള വിനയം അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ വലിയ സങ്കടങ്ങൾ അത് മറികടക്കുവാൻ സാധിക്കും. പല കാര്യങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കും എന്ന് കാണുന്നു. അത് നല്ല പെരുമാറ്റ രീതികൾ കൊണ്ടും സംസാര രീതികൾ കൊണ്ടുപോലും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്കൊരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കഴിവുകളുള്ള നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും നേരിട്ടിട്ടുള്ളതായ ഭീഷണികൾ അല്ലെങ്കിൽ കഴിവുള്ള നിങ്ങളെ അവഗണിച്ച് അവർ മുന്നോട്ട് പോകുന്ന പല സാഹചര്യങ്ങളും അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വ്യക്തി
ആ വ്യക്തി തീർച്ചയായും നിങ്ങളെ ഒരിക്കലും മറക്കാത്തതായ രീതിയിൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം പതിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ ഒരു സ്വാധീനം, മറ്റുള്ളവർക്ക് മേൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വളരെയധികം ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് നിങ്ങളുടെ നല്ല സ്വഭാവത്താൽ പോലും സംഭവിക്കുന്ന ഒരു കാര്യമായി മാറാം. തീർത്തും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ചുറ്റുമുള്ളവർ അവർ നിങ്ങളുടെ നന്മകൾ കണ്ട് അത്ഭുതപ്പെടുന്നതായ സാഹചര്യമുണ്ട്. ചില വ്യക്തികൾ അത് ആഗ്രഹിക്കുന്നുമില്ല. അത്തരം വ്യക്തികളെ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അകലം പാലിക്കേണ്ടതായ വ്യക്തികളെ കുറിച്ച് ധാരണയുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും അകലം പാലിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിൽ നിന്നും അകന്നു പോയി എന്ന് വിചാരിക്കുന്ന മനസമാധാനവും സന്തോഷവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അത് സഹായകരമായി തീരും. ഈ സന്ദേശങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് ആ ശക്തി നിങ്ങൾക്കൊപ്പം ഉള്ളതിനാലും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് ആ ശക്തിയുടെ നിശ്ചയം ഉള്ളതിനാൽ കൂടിയാണ്. തീർച്ചയായും ഭഗവാൻ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് നിങ്ങളുടെ മുന്നേറ്റത്തിന്റെ ഒരു തുടക്കമായി തന്നെ കരുതി മുന്നോട്ട് പോവുക.